ചെങ്ങായിമാരെ, റമദാനല്ലേ, ഈസിയായി നോമ്പ് തുറ സ്പെഷ്യൽ ആയാലോ. ബ്രെഡ് റോളാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇവനാണ് നമ്മളെ ചിക്കൻ റോളിന്റെ അന്യം. അപ്പൊ ഇങ്ങനെ തുടങ്ങിയല്ലേ. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളി, മല്ലിച്ചപ്പ്, കറിവേപ്പില, പച്ചമുളക്, ബ്രെഡ്, ഉപ്പ്, കുരുമുളക് പൊടി, ബിരിയാണി മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ്, ചിക്കൻ ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചത്, അത് ചെറിയ പീസാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ വേണ്ടത് 2 മുട്ട. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി കൂടി വേണേ. പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ, അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മളിവിടെ 3 ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തത്. ഞങ്ങൾ 5-6 റോളാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഉള്ളി എടുത്തോട്ടോ. നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ആഡാക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റിയതിനു ശേഷം നമുക്ക് അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, കുരുമുളക് പൊടിയാണ്. പൊടികളൊക്കെ നമുക്ക് ഒരു ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. ഉള്ളിയുടെ ഒരു അളവനുസരിച്ച് ചേർത്താൽ മതി. നമ്മൾ 8 പൊടികളൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നത് ഒരു ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ചേർക്കാം. പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ്, കറിവേപ്പില കൂടെ ആഡ് ചെയ്യുക കേട്ടോ. ഇതൊന്ന് സെറ്റായാൽ നമ്മുടെ മസാല റെഡി. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കിയാലോ. അതിന് വേണ്ടി ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിന്റെ 4 സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന. പിന്നെ വേണ്ടത് നേരത്തെ പൊട്ടിച്ച് വെച്ച് 2 മുട്ട, പിന്നെ പാല്, അതിൽ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കണേ. എന്നിട്ട് ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് പാലിൽ മുക്കിയിട്ട് അതൊന്ന് അമർത്തിയിട്ട് ആ ബ്രെഡിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് 2 ഭാഗവും മടക്കിയിട്ട് ഒരു ഓവൽ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് നന്നായിട്ട് മടക്കിയിട്ട് 2 സൈഡും കവർ ആവുന്ന രീതിയിൽ മടക്കിയിട്ട് ചെയ്യാം. എന്നിട്ട് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലോട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. കോട്ട് ചെയ്തതിനു ശേഷം ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ ഒന്നുകൂടെ ഒന്ന് ഷേപ്പായി കിട്ടും. എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വെക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് ഓരോ പീസായിട്ട് നമുക്കിത് ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കാം. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന ഒരു കളർ ആവുന്നത് വരെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു കളർ ആവുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിനാണ് നമ്മുടെ ബ്രെഡ് റോൾ. ഇതൊരു സ്പൈസി ആയിട്ടുള്ള സ്നാക്ക് ആയതുകൊണ്ട് നിങ്ങൾ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെങ്ങായിമാരെ ട്രൈ ചെയ്തോളി, കൂടെ കുടിക്കോളി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.